പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും തെക്കേ ഗോപുരമാണ്. തെക്കേ ഗോപുരത്തിലെ രാമനെ തൊഴുന്നിട്ട് നമ്മുടെ രാമചന്ദ്രൻ ആനകളുടെ തന്നെ രാജാവാണ്, രാജാതി രാജാവ്. അങ്ങനെ അത്രയും ഉയരമും ഉള്ളതും അനുസരണമുള്ള ഒരു ആനയാണ്. ഈ ആനയ്ക്ക് വേണ്ടി കുറേ സുരക്ഷ, അങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് ആനയുടെ അടുത്ത് പോകാനും തന്നെ ഒരാളും സമ്മതിക്കാണ്ട് ഒരുപാട് പോലീസും ആയിട്ടാണ് ഈ ആന എത്തിച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരവും അതേപോലെ അനുസരണമുള്ള ഒരു ആനയായിട്ടാണ് ഈ രാമചന്ദ്രൻ ആനയെ കണക്കാക്കുന്നത്. പിന്നെ തെക്കേ ഗോപുരം രാമനെ തൊഴുന്നിട്ട് പുറത്തേക്ക് വരും വരെ ഒരുപാട് കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ വീഡിയോയും ക്യാമറയുമായിട്ട് നമ്മുടെ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആനയെ കൊണ്ടുപോകുന്നതാണ്. ഇതിൽ തന്നെ കാണുന്നുണ്ടല്ലോ എത്ര രസമായിട്ടാണ് ഈ ആനയെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആനകളുടെ ഒരുപാട് വീഡിയോയിൽ കൂടി ഈ രാമചന്ദ്രൻ ആനയെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നേരിട്ട് പോയി കണ്ടിട്ട് ഒരു വീഡിയോ അല്ല ഈ വീഡിയോ, നമുക്കും തന്നെ പുറത്തുള്ള ഒരാളൊക്കെ കണ്ടിട്ടും അയച്ചു തന്നതാണ്. തൃശ്ശൂർ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പ്രസിദ്ധമായിട്ടാണ്. കുറേ നാട്ടിലുള്ള കേരളയിലെ പല സ്ഥലത്തിലുള്ളവരും തൃശ്ശൂർ പൂരം കാണാൻ വരും. പിന്നെ പുലികളി, അങ്ങനത്തേലൊക്കെ പലതരം ഭംഗിയുള്ള കാഴ്ചകളാണ് തൃശ്ശൂരിലുള്ളത്. ഈ പ്രാവശ്യം ഇത്തിരി പരാതിയിലും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എങ്കിലും എല്ലാം കാര്യമായിട്ട് നടന്നു കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലമാണ്. പിന്നെ അതുപോലെ അവിടെ പറയേണ്ടതാണ്, തൃശ്ശൂർ എക്സിബിഷൻ നടക്കുന്നതുകൊണ്ട് 500 കടവലും എല്ലാ തരം കടവളുടെ ഡെമോ ഒക്കെ അവിടെ കാണിക്കുന്നതാണ്. എല്ലാ കുട്ടികൾക്ക് കളിക്കാനും പലതും ഉള്ള ഒരു സ്ഥലമാണ്. വന്ന് കണ്ടു പോകാനും പലതരം സാധനങ്ങൾ മേടിക്കാനും പറ്റുന്ന ഒരു സ്ഥലവും തന്നെ എക്സിബിഷൻ.